രാത്രി പെരുമഴയത്ത് കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ബൈക്കിന് ടയർ പഞ്ചറായാൽ എന്തു ചെയ്യും? മലപ്പുറം മഅദിൻ ഗ്രാൻഡ് മസ്ജിദ് അസിസ്റ്റന്റ് ഇമാം അഷ്കർ സാദിക്കും ഭാര്യയ്ക്കും തുണയായത് പെയിന്റിംഗ് തൊഴിലാളിയായ ഗോകുലാണ്. ഗോകുലും അഷ്കർ സാദിയും തമ്മിലുള്ള ബന്ധം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. തുടർന്ന് ഗോകുലിനെ മഅദിൻ അക്കാദമി ആദരിക്കുകയും ചെയ്തു. മലപ്പുറം മഅദിൻ ഗ്രാൻഡ് മസ്ജിദിലെ അസിസ്റ്റന്റ് ഇമാം അഷ്കർ സാദിയും ഭാര്യയും കോഴിക്കോട് ജില്ലയിലെ പുത്തൂരിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ബൈക്കിന്റെ ടയർ പഞ്ചറായി. അടുത്തൊന്നും പഞ്ചർ കടകളില്ല. ഭാര്യയെ പുത്തൂരാക്കി സമീപത്തെ ടൗണായ ഓമശ്ശേരിയിലേക്ക് അഷ്കർ സാദി പോയി. അവിടെയും പഞ്ചർ കടകളില്ല. അപ്പോഴാണ് ഗോകുൽ എന്ന ചെറുപ്പക്കാരന്റെ വരവ്. കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ഭാര്യയെ കൂട്ടി വരാനായി ഗോകുലിന്റെ ബൈക്ക് അഷ്കർ സാദിക്ക് നൽകി. അപ്പോഴേക്കും ടയർ മാറ്റാനുള്ള സംവിധാനവും ഗോകുൽ ഒരുക്കി. സാദിയെയും ഭാര്യയെയും നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാനായി ഹോട്ടലിലേക്ക് അയച്ചു. ഗോകുലും ടയർ കടക്കാരനും ചേർന്ന് ടയർ മാറ്റി നൽകി. കാരണം ഒരു മുൻ പരിചയം ഇല്ലാത്തൊരു വ്യക്തി അതിനൊരു ഹൈന്ദവ സുഹൃത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ കൂടുതൽ സന്തോഷം എൻ്റെ മനസ്സിൽ വന്നുകൂടി. അതിനുശേഷം ഞാനും വൈഫും ഭക്ഷണം കഴിച്ചു പമ്പിലേക്ക് തിരിച്ചു പോയപ്പോൾ എൻ്റെ വണ്ടിൻ്റെ ടയറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ടയർ അയച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പണിക്കാരൻ വന്നു വീണ്ടും ടയർ അയച്ച് നന്നാക്കാൻ വേണ്ടി അവൻ്റെ കടയിൽ പോയി. കടയിൽ നിന്ന് ടയർ നന്നാക്കി വീണ്ടും തിരിച്ചു വന്നതിന് ശേഷം എന്നെ ഒരു ഹെൽപ്പ് ഒരു പണിക്കും എന്നെ സമ്മതിക്കാതെ ആ പണിക്കാർക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ ഹെൽപ്പുകളും എൻ്റെ ഈ സുഹൃത്ത് ഗോകുലായിരുന്നു ചെയ്തിരുന്നത്. ആ ടയർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടി അങ്ങോട്ട് ചരിക്കണം ഇങ്ങോട്ട് ചരിക്കണം, ബ്രേക്ക് ശരിയാണെന്ന് നോക്കണം, എല്ലാ ഹെൽപ്പുകളും എൻ്റെ പ്രിയ സുഹൃത്തായിരുന്നു ചെയ്തിരുന്നത്. എന്നെക്കൊണ്ട് ഒന്നും ചെയ്യിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വളരെയധികം അങ്ങേയറ്റം സന്തോഷം തോന്നി. പണികളെല്ലാം കഴിഞ്ഞു യാത്രക്ക് പുറപ്പെടുന്ന സമയത്ത് ലാസ്റ്റ് ഞാൻ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഇവനോട് എന്തെങ്കിലും കാരണം ഇവൻ്റെ വണ്ടി എടുത്ത് ഞാൻ ഹോട്ടലിൽ പോയി ഭാര്യയെ കൊണ്ടുവരാൻ പോയി. അപ്പോൾ എണ്ണ ചിലവുള്ളത് എനിക്ക്. അപ്പോൾ അതിൻ്റെ പേരിലോ സന്തോഷത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കൊടുക്കണമെന്നും മനസ്സിലുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യം എനിക്കില്ല, അത് ഉദ്ദേശിച്ചിട്ട് ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ചെയ്തത്. നിങ്ങളും ഇതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തു കൊടുത്താൽ മതി എന്നുള്ള നല്ലൊരു ജനങ്ങൾക്ക് പഠിക്കാൻ മാതൃകയാൻ പറ്റിയ ഒരു വാക്കായിരുന്നു ഇവനിൽ നിന്ന് വന്നിട്ടുള്ളത്. ഈ കാലഘട്ടത്ത് ഇത്രയും വലിയൊരു മനസ്സിൻ്റെ ഒരു ഉടമ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് മറ്റുള്ള ആളുകൾ മാതൃകയാക്കേണ്ടത് എന്നാണ് എനിക്ക് പറയേണ്ടത്. അഷ്കർ സാദി ജോലി ചെയ്യുന്ന മഅദിൻ അക്കാദമി ഗോകുലിനെയും ഭാര്യയെയും ആദരിച്ചു. താൻ മനുഷ്യസഹജമായ കടമയാണ് നിർവഹിച്ചതെന്നാണ് ഗോകുൽ പറയുന്നത്. അതിന് പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിലുള്ള ആൾക്കാരെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ സർവ്വസാധാരണമാണ്. ആൾക്കാർ കുടുങ്ങി പോകുന്നതും ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഇഷ്ടംപോലെ നടക്കലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഞങ്ങളുടെ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് നോക്കുമ്പോൾ വലിയൊരു സംഭവം അല്ലെങ്കിലും ഉസ്താദിൻ്റെ ഫാമിലിക്കും ഇതേപോലെ ഒരു അനുഭവം ഇതുവരെ മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഹെൽപ്പ് കൂടി കിട്ടിയപ്പോൾ ഇതുവരെ കിട്ടാത്തൊരു അനുഭവമായിട്ടാണ് ഉസ്താദിന് തോന്നിയത്. അതുകൊണ്ടായിരിക്കും അതിങ്ങനെ ആയത്. ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് എന്ന് പറയാച്ചാൽ നമ്മളെ റിൽവാൻ, ഇത് എഴുതിയ റിൽവാൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഭംഗി കൊണ്ടും അത് ആൾക്കാരിലേക്ക് ആ സ്പോട്ടിൽ അവിടെ അത് വായിക്കുന്ന ഒരാൾ പോലും ഇത് നേരിട്ട് കാണുമ്പോഴാണ് അവർക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പം എൻ്റെ വൈഫിൻ്റെ സുഹൃത്തുക്കൾ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരത് വായിച്ചിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ട് കരഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. കാരണം അവർക്ക് നേരിട്ട് ആ ഒരു എഴുത്തിൽ അതേ ഫീല് കിട്ടുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് അത് എഴുതുകയും ചെയ്തിരിക്കുന്നത്. വേറെ നമുക്കൊന്നും പറയാനില്ല ആ എഴുത്തിന് മുമ്പിൽ. എല്ലാവരും ഇതേപോലെ മതവും ജാതി മതവും നോക്കാതെ എല്ലാവരും പറ്റുന്ന സഹായങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കുക.